പാലക്കാട്ട് ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്തനായിട്ടുള്ള ഒരു സിനിമാ നടൻ കൂടിയായ ശ്രീ രമേശ് പിഷാരടിയെ സംബന്ധിച്ച് ഉള്ള ചില ആക്ഷേപങ്ങളും വിമർശനങ്ങളുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശക്തിപ്പെട്ടു വരികയാണ്. BJP നേതാക്കന്മാർ അദ്ദേഹത്തെ അവിടുത്തെ മുൻ MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനോട് സമീകരിക്കാൻ പോലും ഒളിഞ്ഞും തെളിഞ്ഞും ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതുമാണ്. വളരെ വലിയ പ്രതീക്ഷകളോടെയാണ് പാലക്കാട്ടെ പൊതുസമൂഹം രമേശ് പിഷാരടിയെ ആദ്യമായി കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തയക്കുന്നത്. അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനായിട്ടില്ല. അദ്ദേഹം അടിസ്ഥാനപരമായി ഒരു കലാകാരനാണ്. അനേക വർഷങ്ങളായി അദ്ദേഹം കലാരംഗത്ത് മുൻനിരയിൽ, പ്രത്യേകിച്ച് യുവസമൂഹത്തിൻ്റെയൊക്കെ ഒരു ആരാധനാപാത്രമായി നിൽക്കുന്നതെല്ലാം കേരളത്തിലെ സമൂഹം കണ്ടതാണ്. എന്നാൽ പെട്ടെന്നുണ്ടായ പാലക്കാട്ടെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഒരു പുതിയ ആളിനെ കണ്ടെത്തണമെന്ന് പാർട്ടി തീരുമാനിച്ചപ്പോൾ അതിൻ്റെ നറുക്ക് വീണത് ശ്രീ രമേശ് പിഷാരടിക്കാണ്. അദ്ദേഹം ഒരു യുവാവാണ്, കോൺഗ്രസ് പാർട്ടിയോട് ആഭിമുഖ്യമുള്ള ഒരാളാണ്. പാർട്ടി അംഗത്വം പോലും ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വ്യക്തിപരമായ കാരണങ്ങളാൽ ആ മണ്ഡലത്തിൽ നിന്ന് പ്രതിനിധി സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ അതിന് പകരമായി ഒരാളെ കൊണ്ടുവരാൻ കോൺഗ്രസ് വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് രമേശ് പിഷാരടിയെ രംഗത്തെ കൊണ്ടുവരുന്നത്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണെങ്കിൽ പോലും അടിസ്ഥാനപരമായി അദ്ദേഹത്തിൻ്റെ ഒരു കലാകാരൻ എന്നുള്ള കുപ്പായത്തിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടില്ല ഇന്നും. ഇതുതന്നെയാണ് കേന്ദ്രത്തിൽ ഒരു സഹമന്ത്രിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയുടെയും അവസ്ഥ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോഴും ഒരു മന്ത്രി എന്ന രീതിയിൽ ആ സ്ഥാനവുമായി പൊരുത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന അനേക ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സും ഹൃദയവും ഒക്കെ അഭിനയത്ത് രംഗത്താണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നാണ് പറയാതെ അദ്ദേഹം തന്നെ പറയുന്നതും ജനങ്ങൾ മനസ്സിലാക്കുന്നതും. അത് മറ്റൊരു കാര്യം. ഇപ്പോൾ രമേശ് പിഷാരടിയും ഏതാണ്ട് ആ ഒരു മട്ടിലാണ്. അത് അടിവരയിടുന്നത് അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഈ സിനിമാ നടീനടന്മാരുടെ സംഘടനയായ AMMA എന്ന് പറയുന്ന സംഘടനയിൽ ഉണ്ടായതായിട്ടുള്ള പ്രതിസന്ധിയിൽ അദ്ദേഹം വഹിച്ച റോൾ, ആ സംഘടനയിൽ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയും പരസ്പരം ചെളിവാരി എറിയലും കോടതി കേസുകളുമൊക്കെയായി നശിച്ച് നാമാവശേഷമായിരിക്കുന്നു. അതിലെ നടീനടന്മാരെല്ലാം ഗ്രൂപ്പുകളായി ഇപ്പോൾ ദിവസം 4-5 പത്രസമ്മേളനങ്ങൾ നടത്തി ABA ആക്ഷേപിക്കുന്നു, BCA ആക്ഷേപിക്കുന്നു, CDA ആക്ഷേപിക്കുന്നു. ഇങ്ങനെ ആക്ഷേപത്തിൻ്റെ ഒരു ശൃംഖലയാണ്. ആ സംഘടനയാണ്ട് പൊളിഞ്ഞ് പാളീഷായി. ഇപ്പോഴും അതിൻ്റെ അധികാരത്തിലിരിക്കുന്ന ആളുകൾ സാങ്കേതികമായി അധികാരം വിട്ടൊഴിയാതെ രാജിവെച്ചു എന്ന് കാണുന്ന മാധ്യമങ്ങളോടൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ ഒരാർജവത്തോടുകൂടി രാജി രേഖാമൂലം എഴുതി കൊടുത്തുകൊണ്ട് മാനമായി രംഗം വിടണം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ സംഘടനയുടെ ദൈനംദിന കാര്യങ്ങൾ കാര്യക്ഷമമായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൻ്റെ ഇടം കാണിക്കണം. ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ രാജി പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കാൽ പറഞ്ഞ് പുറത്തു പോയപ്പോൾ ഒരിടം കണ്ട് ഒരു അഡ്ഹോക്ക് സമിതിയെ ഈ സംഘടന ഉണ്ടാക്കി. അതിൽ രമേശ് പിഷാരടിക്ക് നിർണായകമായ ഒരു പങ്ക് കൊടുത്തു. മുൻ മന്ത്രിയായ KB ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള ഒരു സംഘത്തിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിട്ടാണ് ശ്രീ രമേശ് പിഷാരടി ഒരു ആഡ്ഹോക്ക് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടക്കാലത്ത് ശ്രമിച്ചത്. അതും പാളീഷായി. കാരണം കോടതിയുടെ വിധിയിൽ ഈ ആഡ്ഹോക്ക് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സമിതിക്ക് ഇതിൻ്റെ ഭരണകാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിയമപരമായി അവകാശമില്ല. ഈ സംഘടനയുടെ ഭരണഘടന അനുസരിച്ച് ആഡ്ഹോക്ക് കമ്മിറ്റി എന്നൊന്നില്ല. നിയമപരമായി അതിൻ്റെ ഭരണ ചുമതലയുള്ള ആളുകൾ
രേഖാമൂലം പിരിഞ്ഞു പോയാൽ, രാജിവെച്ചു പോയാൽ പുതിയ ഒരു ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നത് വരെ ആ രാജിവെച്ച് പോയവർ അതിൻ്റെ ദൈനംദിന കാര്യങ്ങൾ തുടരണം എന്നാണ് അവരുടെ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശ്വേതാ മേനോൻ എന്ന ആ സംഘടനയുടെ പ്രസിഡന്റ് ഇപ്പോഴും സാങ്കേതികമായി പ്രസിഡൻ്റായിരിക്കുന്നു. അത് അവരും അവകാശപ്പെടുന്നു. ആ ഭരണസമിതി ഇപ്പോഴും കടലാസിൽ ഭരണസമിതിയായി തന്നെ നിയമപരമായി നിൽക്കുന്നു എന്ന വാദം വന്നപ്പോൾ ശ്രീ രമേശ് പിഷാരടി അദ്ദേഹത്തിൻ്റെ മാനം മുഖം രക്ഷിക്കാൻ വേണ്ടി സ്വയം രാജിവെച്ച് ഞാൻ ഇതിനകത്ത് വലിഞ്ഞു കയറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുകൊണ്ട് പറഞ്ഞ് മാറിയിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ഈ ഏടാകുളത്തിൽ ഇപ്പോൾ ചെന്നുവിടാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന് ഈ സംഘടനയോടുള്ള ബന്ധവുമൊക്കെ അദ്ദേഹം നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം ഇപ്പോൾ അണിഞ്ഞിരിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന് പറയുന്ന ആ കുപ്പായത്തിൽ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്. പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ നിറവേറ്റുന്ന വലിയ ഉത്തരവാദിത്തമുണ്ട്. അവർ കാണുന്നത് അവരുടെ പ്രതിനിധിയായിട്ടാണ്. അല്ലാതെ പണ്ടത്തെ പോലെ കലാരംഗത്ത് മിമിക്രിയും അല്ലെങ്കിൽ അതുപോലെയുള്ള അനുകരണവും ഒക്കെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരാളിനെ അല്ല അവർ തിരഞ്ഞെടുത്തത്. അവർക്ക് വേണ്ടത്, പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടുന്നത് പാലക്കാട്ടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു നിയമസഭ സാമാജികനെയാണ്. അദ്ദേഹം 24 മണിക്കൂറും ആ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. അവരുടെ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. നിയമസഭയിലെ നടപടികളിൽ ശക്തമായി പങ്കെടുക്കണം. നിയമസഭ ഇല്ലാത്ത ദിവസങ്ങളിൽ മണ്ഡലത്തിൽ താമസിച്ച് പ്രവർത്തിക്കണം. ഓരോ കോണും മൂലയും അദ്ദേഹം സന്ദർശിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരമുണ്ടാക്കണം. കടുത്ത പേമാരിയുടെ കാലമാണ്. ഉത്തര കേരളത്തിൽ, മലബാറിൽ, വയനാട്, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലൊക്കെ മഴക്കെടുതിയുണ്ട്, സാംക്രമിക രോഗങ്ങളുണ്ട്, മലയിടിച്ചിലുണ്ട്, ഗതാഗത തടസ്സങ്ങളുണ്ട്, നിരവധി പ്രശ്നങ്ങളുണ്ട്, സാംക്രമിക രോഗങ്ങളുണ്ട്. അതിലൊക്കെ ശ്രദ്ധയിലെത്താൻ ബഹുമാനപ്പെട്ട രമേശ് പിഷാരടി തയ്യാറാകണം. അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിന് അല്പമൊക്കെ ഇടവേള കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കണം. കലാരംഗത്ത് നിന്ന് പൂർണ്ണമായി പിന്മാറണമെന്ന് ആരും പറയുന്നില്ല. പക്ഷേ അദ്ദേഹം സ്വയം ഒരു അച്ചടക്കത്തിന് വിധേയനാകണം. അദ്ദേഹം ഈ സംഘടനയിലുള്ള ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായി പോകാൻ ഒരു കാരണവശാലും പാടില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗം, പാർട്ടിയുടെ പേരിൽ ഒരു നിയമസഭാംഗമായ ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ജനങ്ങളോടും അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിന് നിയോഗിച്ച പാർട്ടിയോടുമാണ്. 2 യജമാനന്മാരെ ഒരേ സമയം സേവിക്കാൻ സാധ്യമല്ല എന്ന് ചരിത്രം പറയുന്നു. അതുകൊണ്ട് കലാരംഗത്ത് നിന്ന് അദ്ദേഹം സജീവമായി പ്രവർത്തനങ്ങളിൽ നിന്ന് അല്പം അവധിയെടുക്കണം എന്നാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി സമീകരിക്കാൻ ബോധപൂർവം BJPയും മറ്റെതിരാളികളും ശ്രമിക്കുന്നെങ്കിൽ അതിൽ നിന്ന് മോചനം നേടിയെടുക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിയിലും ഈ കുപ്രചരണങ്ങളിൽ നിന്നൊക്കെ മോചിതനാകാൻ ശ്രീ രമേശ് പിഷാരടി തന്നെ സ്വയം ശ്രമിക്കുകയും പാലക്കാട്ടെ ജനങ്ങളുടെ പ്രതീക്ഷയും അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിവർത്തി കൊടുക്കുകയുമാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്യേണ്ടത് എന്നാണ് യഥാർത്ഥത്തിൽ പൊതുസമൂഹം ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും.